സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തിയ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് നീക്കം. പോലീസ് അതിക്രമങ്ങളിൽ സർക്കാർ നടപടി തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭ കവാടത്തിൽ നടത്തുന്ന സത്യഗ്രഹം തുടരുകയാണ്. അതേസമയം പാർട്ടി നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് ആദ്യ ദിനം സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ വന്നേക്കില്ല. രാഹുൽ ഇന്നലെയും സഭയിലെത്തിയിരുന്നില്ല. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. സഭ ഇന്നും പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സത്യഗ്രഹ സമരം തുടരുന്ന ഒരു വഴിക്ക് അതിനൊപ്പം തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച വിഷയമായിരിക്കും ഇന്ന് ഉന്നയിക്കുകയും സഭയിൽ ഒരു പ്രതിപക്ഷ ബഹളം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വിഷയം, അല്ലേ? മോദി, സഭയിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം 67 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ ആ 67 പേരിൽ 17 പേർ മരണപ്പെട്ടു എന്ന ഗൗരവമായ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. 2012 മുതൽ ഇങ്ങോട്ട് ഈ ഒരു പ്രശ്നം ഉള്ളതാണ്, ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രശ്നമുള്ളതാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്നോ ഉറവിടം എന്തെന്നോ ഒന്നും ഇതുവരെയും അന്താളിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന ഒഴുകിപ്പോകാത്ത വെള്ളത്തിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കരുതെന്നൊക്കെയാണ് നമുക്ക് നൽകിയിരുന്ന നിർദ്ദേശം. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന ക്ലോറിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് സ്വിമ്മിംഗ് പൂളിലുള്ളത്. ആ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ഒരാൾക്ക് ഇതേ അസുഖം വരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും, കുളത്തിലെ വെള്ളത്തിലൊന്നും കുളിക്കാത്ത ആളുകൾക്കൊക്കെ ഈ ജ്വരം ബാധിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രശ്നം മൂലമാണ്. അന്നൊരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള തരത്തിലാണ് ആരോഗ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ കിട്ടത്. അത് വലിയ അബദ്ധമായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്തകളായി വരികയും ചെയ്തതാണ്. അപ്പോൾ ആ വിഷയമൊക്കെ ചൂണ്ടിക്കാണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ ഷംസുദ്ദീൻ MLA ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം തുടരുകയും ചെയ്യും. ആഗോള അയ്യപ്പ സംഗമം ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് സഭയിൽ പ്രഖ്യാപിച്ചേക്കും. അതോടൊപ്പം തന്നെ ഈ 2 പ്രതിപക്ഷ MLA-മാരുടെ സമരം, സത്യാഗ്രഹ സമരം തുടരുകയാണ് സഭാ കവാടത്തിൽ. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു നിലപാട് ഇതുവരെയും ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ ആ സമരം സഭാ കവാടത്തിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അതോടെ തുടരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളിലും സഭയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്നും എത്തില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുതിർന്ന നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്നും വിട്ടു നിൽക്കുന്നത്? അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടോ? രാഹുൽ ഇന്നലെ എത്തില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്നും രാഹുൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. രാഹുൽ സഭയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് മൂർച്ച കുറഞ്ഞു പോകുമോ എന്നൊരു വിഷയം പ്രതിപക്ഷ സജീവ ചർച്ചയായിരുന്നു. മാത്രമല്ല, ആദ്യ ദിവസത്തെ രാഹുലിൻ്റെ വരവ് സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവോടുകൂടിയല്ല രാഹുൽ എത്തിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതോടെ പ്രതിപക്ഷമാകെ സമ്മർദ്ദത്തിലായി. എന്തായാലും രാഹുൽ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ അവസാന ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. രാഹുലിനോട് ആദ്യ ദിവസം സഭാ സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാളെ ഉണ്ടാകുമോ, ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അതിന് മറുപടി പറയാൻ രാഹുൽ തയ്യാറായില്ല. അത് കൂടുതൽ നേതാക്കളുമായി ആലോചിച്ച ശേഷം പറഞ്ഞാൽ മതി എന്നുള്ളൊരു നിലപാടാണ് രാഹുൽ സ്വീകരിക്കുന്നത്. എന്തായാലും ഇന്നും രാഹുൽ സഭയിലേക്ക് എത്തില്ല. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ഭരണപക്ഷത്തു നിന്നും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ ഇപ്പോൾ മുൻവെച്ച വാക്കുകൾ കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം രാഹുലിനെതിരെ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ KT ജലീൽ അടക്കമുള്ളവരും മറ്റു പല വിഷയങ്ങളിലും സംസാരിക്കുകയാണ് എങ്കിൽ കൂടി രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അവതരിപ്പിച്ച് പോവുക, പ്രതിപക്ഷത്തെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളൊരു തന്ത്രം സ്വീകരിച്ചിരുന്നു. അത് ഇന്നും തുടരാനാണ് സാധ്യത. രാഹുൽ എന്തായാലും ഇന്ന് സഭയിലേക്ക് ഉണ്ടാകില്ല. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.